നിറവിലേക്ക് സ്വാഗതം. എല്ലാ നന്മയും തന്നിലുള്ളതായി വിചാരിക്കുന്നവൻ ദൈവത്തിന്റെ അനുഗ്രഹ പ്രവാഹം അടച്ചു കളയുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം വിനീത ഹൃദയർക്കുള്ളതാണ്. വിശുദ്ധ അലക്സാണ്ടർ സാവോളിന്റെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. നെൽസി ആലപിക്കുന്ന താതന്റെ മാർവല്ലേ ചൂടനിക്ക് എന്ന ഗാനമാണ് ആദ്യം.
പരിമിതികളിൽ സന്തോഷിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഫാദർ സിറിയക്കോട്ടയിൽ സംസാരിക്കുന്നത് നിങ്ങളോടാണ്? ഭിന്നശേഷിയുള്ള ഒരു യുവാവിനെ എനിക്ക് അടുത്തറിയാം. ഇടയ്ക്കൊക്കെ ഞാൻ അവനെ കാണാറുണ്ട്. എപ്പോഴും അവൻ സന്തോഷവാനാണ്. ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, മോനെ, ഇത്രയും പരിമിതികളൊക്കെ നിനക്കുണ്ടായിട്ടും നിനക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അവൻ പറയും, എനിക്ക് ചില പരിമിതികൾ ഉണ്ടെന്നല്ലേ ഉള്ളൂ, പക്ഷേ അതിനേക്കാളേറെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ യുവാവിനെ ഞാൻ പലപ്പോഴും അവൻ്റെ യാത്രയിൽ കണ്ടിട്ടുണ്ട്. ഭിന്നശേഷിയുള്ള വൈകല്യമുള്ള ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിലാണ് അവൻ യാത്ര ചെയ്യുന്നത്. നല്ല അധ്വാനിയാണ്. ഇവന്റെ ഒരു പ്രത്യേകത, ഇവൻ ഒരു തൊഴില് പരിശീലിച്ച് ആ തൊഴിലിലൂടെ നേട്ടം കൊയ്യുന്നു എന്നതുപോലെ തന്നെ തന്നെപ്പോലെ ഭിന്നശേഷിയുള്ള അനേകരെ അവൻ ആ തൊഴിൽ പഠിപ്പിച്ചു. നല്ലൊരു സ്ഥാപനം ഇപ്പോൾ അവൻ നടത്തി വരുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുമുണ്ട്. അവൻ പറഞ്ഞത്, എന്നെപ്പോലെ നൂറുകണക്കിന് ആളുകളെ, അതും ഭിന്നശേഷിയുള്ള ആളുകളെ ഞാൻ ഈ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ എനിക്ക് ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന ആ സാധനങ്ങൾ വിറ്റഴിക്കുമ്പോൾ പണം കിട്ടുമായിരിക്കാം, പക്ഷേ അതിനപ്പുറത്ത് എനിക്കൊരു സന്തോഷം കിട്ടുന്നു. ഇത് പങ്കുവയ്ക്കുമ്പോൾ, അനേകരെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ. ഞാനീ പറഞ്ഞ യുവാവിനെ പോലെ പങ്കുവയ്ക്കുന്ന, താൻ സ്വീകരിക്കുന്ന സന്തോഷം മറ്റുള്ളവരും അനുഭവിക്കണമെന്ന വിചാരത്തോടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന അനേകരെ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ട ഒരു മനോഭാവമാണ്. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഉദാഹരണം വഴികളുടേതാണ്. നമുക്ക് നടപ്പാതകളുണ്ട്, മണ്ണിട്ട വഴികളുണ്ട്, ടാർ ചെയ്ത റോഡുകളുണ്ട്, ടൈലിട്ട റോഡുകളുണ്ട്, കോൺക്രീറ്റ് ചെയ്ത വഴികളുണ്ട്. ഈ വഴികളൊക്കെ ഫലപ്രദമായി തീരുന്നത് ആ വഴികളിലൂടെ മനുഷ്യർ യാത്ര ചെയ്യുമ്പോഴാണ്. ഈ വഴികളൊക്കെ ഗുണപ്രദമായി തീരുന്നത് ആ വഴികളിലൂടെയൊക്കെ വാഹനങ്ങൾ ഓടുമ്പോഴാണ്. ഒരു വഴിയും പുല്ല് കിളിർപ്പിക്കാനുള്ളതല്ലല്ലോ. ചില വഴികളിലൊക്കെ പുല്ല് കിളിർത്ത് കാട് കയറുന്നുണ്ട്. പക്ഷേ ഒരു വഴിയും ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയല്ല. വാഹനങ്ങൾ ഓടണം, ആളുകൾ നടക്കണം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതം പുല്ല് കയറിക്കിടക്കുന്ന വഴി പോലെ ആകേണ്ടതല്ല. നിരന്തരം യാത്ര ചെയ്യുന്ന വഴി പോലെ ആവണം നമ്മുടെ ജീവിതം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനേകരെ നമ്മൾ സ്വാഗതം ചെയ്യണം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ആ യുവാവിൻ്റെ തൊഴിലിലേക്ക്, അവൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിലേക്ക് തന്നെപ്പോലുള്ള അനേകരെ അവൻ സ്വാഗതം ചെയ്തില്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതമാകുന്ന വീഥി, നാം ഓരോരുത്തരുടെയും ജീവിതമാകുന്ന വഴി ഗുണകരമായി തീരുന്നത്, ഫലപ്രദമായി തീരുന്നത് അനേകരെ ആ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോഴാണ്. അത്തരത്തിൽ നമുക്ക് അനേകരെ സ്വാഗതം ചെയ്യാൻ കഴിയണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ.
ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കലിൻ്റെ പ്രാധാന്യം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് പങ്കുവയ്ക്കേണ്ടത്? ഓരോ വ്യക്തിയും താനായിരിക്കുന്ന അവസ്ഥയിൽ പലരിൽ നിന്നും സ്വീകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാത്തതായി നിങ്ങളിൽ ആരുണ്ട്? ഈ ഭൂമിയിൽ ജന്മം കൊള്ളുന്ന ഒരു കുഞ്ഞ് തൻ്റെ വളർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിനവും ആരിൽ നിന്നൊക്കെ എന്തൊക്കെ സ്വീകരിച്ചാണ് വളരുന്നത്. നാം സ്വീകരിക്കുന്നവരായതുകൊണ്ട് നാം കൊടുക്കാൻ കടപ്പെട്ടവരാണ്. ഒരു ആധ്യാത്മിക പിതാവ് പറഞ്ഞു വെച്ചത് ഇതാണ്: നിനക്ക് ദൈവത്തോളമാകണമോ, നീ കൊടുക്കണം. കാരണം ദൈവം കൊടുക്കുന്നവനാണ്. ബൈബിളിൽ ഇതിന് നല്ല ഉദാഹരണമുണ്ട്. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പങ്കുവയ്ക്കൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവം വലിയൊരു പങ്കുവയ്ക്കൽ നടത്തുന്നുണ്ട്. ദൈവം തൻ്റെ ഛായയും സാദൃശ്യവും മനുഷ്യന് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ദൈവം പങ്കുവയ്ക്കുന്നവനാണ്. ദൈവത്തോളം നിനക്കാകണമോ, നീ പങ്കുവയ്ക്കുന്നവനാവണം. പങ്കുവയ്ക്കൽ നമ്മെ ദൈവത്തോളം വളർത്തും. അതുകൊണ്ട് നാം പങ്കുവയ്ക്കേണ്ടത് രണ്ട് കാരണത്താലാണ്. ഒന്ന്, നാം ദൈവമക്കളായതുകൊണ്ട് ദൈവത്തോളം വളരാൻ നാം പങ്കുവയ്ക്കണം. രണ്ട്, നാം അന്യരിൽ നിന്ന് പലതും സ്വീകരിച്ചത് കൊണ്ട് നാം പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കുന്നത് കൊണ്ട് യാതൊരാൾക്കും ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. പങ്കുവയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നല്ലൊരു ഉദാഹരണം രക്തദാനത്തിൻ്റെതാണ്. നിങ്ങളിൽ ചിലരെങ്കിലും രക്തം കൊടുത്തിട്ടുണ്ടാവും. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ ബന്ധപ്പെട്ടവർ വിളിക്കുന്നു, ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട രക്തം ഉടനെ വേണം. നമ്മൾ ഓടിച്ചെന്നിട്ടുണ്ട്, അല്ലെ നമ്മുടെ കൂട്ടുകാർ ഓടിച്ചെന്നിട്ടുണ്ട്. അവിടെ രക്തം കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? ഒരു നഷ്ടവും വരുന്നില്ല. നാം കൊടുക്കുന്ന രക്തം മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നു. നമ്മൾ കൊടുക്കുന്ന രക്തം തിരിച്ചു വരുന്നു. അങ്ങനെ നമ്മിൽ രൂപപ്പെടുന്ന രക്തം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയാം. പക്ഷേ ആർക്കെങ്കിലും അത് കാണാൻ പറ്റുമോ? ഇതുപോലാണ് നമ്മൾ ദൈവം നമുക്ക് നൽകിയതിൽ നിന്ന് പങ്കുവയ്ക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളിലേക്ക് മറ്റുള്ളവരെ നാം സ്വാഗതം ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ചില മനുഷ്യരുണ്ട്, തങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ ഒരു മനുഷ്യർക്കും കിട്ടരുത് എന്നാഗ്രഹിക്കുന്നവർ. ചില ആളുകളൊക്കെ വിദേശത്ത് പോകുന്നതായി നമുക്കറിയാം. അവര് ആ വിദേശത്ത് പോയി നല്ല ജോലി നേടി സമ്പാദിച്ചു കഴിയുമ്പോൾ അവരിലെ ഒരു ചിന്ത ഇതാണ്: എൻ്റെ നാട്ടിലുള്ള ആരും ഇനി ഇങ്ങോട്ട് വരരുത്. ചില മനുഷ്യരെങ്കിലും അങ്ങനെയാ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, ഇനി ഒരുത്തനും എൻ്റെ ഈ വഴിയിലൂടെ വന്ന് രക്ഷപ്പെടരുത്. ആ ഒരു ചിന്ത തീർച്ചയായിട്ടും നമുക്ക് യോഗ്യമല്ല. അതുകൊണ്ട് നാം സ്വീകരിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്നും കൊടുക്കാൻ പറ്റണം, എപ്പോഴും കൊടുക്കാൻ പറ്റണം. ചിലർ ചോദിക്കുന്നുണ്ട്, എത്രമാത്രം കൊടുക്കണമെന്ന്. എത്രമാത്രം സ്വീകരിക്കുന്നോ അതിനനുസരിച്ച് കൊടുക്കണം. അറിവ് കൊടുക്കുന്നവര്, നിനക്ക് എത്രമാത്രം അറിവ് കിട്ടിയോ അതിനനുസരിച്ച് അറിവ് പകർന്നു കൊടുക്കുക. ആരോഗ്യം പങ്കുവയ്ക്കുന്നവര് എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്ത്
അത്തരത്തിൽ പങ്കുവയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നിനക്ക് ആരോഗ്യമുണ്ടോ അതിനനുസരിച്ച് അധ്വാനിച്ച് പങ്കുവയ്ക്കുക. പണം പങ്കുവയ്ക്കുന്നവര് എത്രമാത്രം നിനക്ക് ദൈവം അത്തരത്തിൽ ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനനുസരിച്ച് പങ്കുവയ്ക്കുക. നീ കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. നല്ലൊരു ഉദാഹരണം ഈ ടാങ്കിൽ നിറച്ച വെള്ളത്തിൻ്റെതാ. നമ്മൾ നിരന്തരം ടാപ്പിലൂടെ വരുന്ന വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ കുളത്തിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം ശേഖരിച്ചിടും. ഈ കുളത്തിൽ നിന്ന് ടാങ്കിലേക്ക് ശേഖരിച്ച വെള്ളം ടാപ്പിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും ടാങ്കിൽ പുതിയ വെള്ളം വരുന്നു. ശരിയല്ലേ? ഇനി ടാങ്കിൽ കിടക്കുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെ ടാപ്പിലൂടെ വരുന്നില്ലെന്ന് വിചാരിക്കുക, എന്നാ പറ്റും? ആ വെള്ളം ടാങ്കിൽ കിടന്ന് അഴുക്കാവും, പിന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുകയില്ല. ചില മനുഷ്യരും ഇങ്ങനെ ഇല്ലേ? നിങ്ങൾക്ക് പരിചയമില്ലേ? ചില മനുഷ്യർ ഇങ്ങനെയാ. അതായത് തങ്ങൾക്ക് കിട്ടിയതൊന്നും ആർക്കും കൊടുക്കുകയില്ല. അവസാനം അവർക്കും ഉപയോഗിക്കാൻ പറ്റുകയില്ല, ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാറില്ലേ? കുറേ പേരെങ്കിലും നിങ്ങൾക്ക് പരിചയം കാണും. അതുകൊണ്ട് നമ്മൾ കൊടുക്കും തോറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് പഴയതിൽ നിന്നാണ് കൊടുക്കാൻ പറ്റുന്നത്, പക്ഷേ കിട്ടുന്നത് പുതിയതാ. ഞാൻ മുമ്പ് പറഞ്ഞ രക്തദാനത്തിൻ്റെ ഉദാഹരണം അതാ. നമ്മൾ ഒരാൾക്ക്, ഒരു രോഗിക്ക് രക്തം കൊടുക്കുമ്പോൾ നമ്മുടെ പഴയ രക്തശേഖരത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്, പക്ഷേ നമുക്ക് കിട്ടുന്നതോ പുതിയ രക്തം. ഇതുപോലെ തന്നെയാ, പഴയ ദാനങ്ങളിൽ നിന്ന് നീ പങ്കുവയ്ക്കുമ്പോൾ ദൈവം പുതിയ ദാനം തരും. ഇനിയും ചിലരുണ്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുന്നവർ. അയൽവക്കത്തുള്ള ആർക്കും കൊടുക്കുകയില്ല, ആവശ്യക്കാർക്കും ആർക്കും കൊടുക്കുകയില്ല, മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം അങ്ങനെയുള്ളവർ ഓർക്കണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് പോരാ വരും കാലങ്ങളിൽ അവർ ജീവിക്കാൻ. അവർക്ക് അന്ന് വേണ്ടത് പുതിയ ദാനങ്ങളാണ്, പുതിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തേതിൻ്റെ മിച്ചം വെച്ചാൽ പോരാ അന്ന് നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ജീവിക്കാൻ. ഇന്ന് സ്നേഹത്തെ പ്രതി, പരസ്നേഹത്തെ പ്രതി നിങ്ങൾ പങ്കുവെച്ചാൽ അന്ന് നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടുന്ന ദൈവം അന്ന് കൊടുത്തോളും, പലിശ അടക്കം കൊടുത്തോളും. അതേസമയം ഇത് വീട്ടിലെ ആർക്കെങ്കിലും ഉപകരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ ചില സാധനങ്ങളൊക്കെ പൂത്തുപോകുന്നത് പോലെ പൂത്തുപോകത്തില്ല. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നാം കാണുന്ന വിശാലമായ വഴികളിലൂടെ അനേകം വാഹനങ്ങൾ ഓടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക്, ജീവിതത്തിൻ്റെ നന്മയാകുന്ന വീഥികളിലേക്ക് അനേകരെ നമുക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ ജീവിതത്തിൻ്റെ നേട്ടത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിൽ നിന്നും നിങ്ങളും പാനം ചെയ്യൂ, നിങ്ങളും പാനം ചെയ്യൂ എന്ന് ആത്മാർത്ഥതയോടെ പറയാൻ നമുക്ക് കഴിയണം. ദൈവപുത്രനായ യേശു പറഞ്ഞത് അതല്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വലിയൊരു ക്ഷണം നൽകുകയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമുക്കും അതുപോലെ പറയാൻ പറ്റും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദാ എനിക്കിപ്പോൾ സൗഭാഗ്യമുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന നേട്ടങ്ങളുണ്ട്, ഞാൻ പറ്റുന്നിടത്തോളം നിങ്ങളെ സഹായിക്കാം, എൻ്റെ ജീവിതത്തിലേക്ക് വരൂ, പറ്റുന്നിടത്തോളം ഞാൻ അനുഭവിച്ച സൗഭാഗ്യം നിങ്ങളും അനുഭവിക്കൂ. അങ്ങനെ നമുക്ക് ക്ഷണിക്കാൻ പറ്റിയാൽ നാം ദൈവത്തോളം വളർന്നു കഴിഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്, നാം എത്രമാത്രം പങ്കുവയ്ക്കുന്നുവോ അത്രമാത്രം ദൈവത്തോളം വളരുകയാണ്. കാരണം ദൈവം പങ്കുവയ്ക്കുന്നവനാണ്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവം തൻ്റെ സാദൃശ്യം, ഛായ മനുഷ്യന് കൊടുത്തു എന്ന് മാത്രമല്ല, തൻ്റെ ഏകപുത്രനായ യേശുവിനെയും കൊടുത്തു. യേശു എന്ത് ചെയ്തു? തന്നെ മുഴുവനായും കൊടുത്തു. അപ്പോൾ ദൈവത്തോളം വളരാൻ നീ കൊടുത്തേ മതിയാകൂ. കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ നീ ദൈവമാകില്ല, ദൈവത്തോളം വളരില്ല. നമുക്ക് ഈ ചിന്ത ഉൾക്കൊണ്ട് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താം. പോസിറ്റീവ് വൈബ്സുമായി നിശ്ചയിച്ച് റെഡിയാണ്. കാണാം പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയും. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. അജ്ഞാതയായ ഒരു യുവതി നഗരത്തിലെ
പല പ്രമുഖ സ്ഥാപനങ്ങളിലേക്കും അനുവാദമില്ലാതെ കടന്നു ചെന്ന്, തെരുവുകളിലേക്ക് ചെന്ന് പല വ്യക്തികളുടെയും മുകളിൽ മാലിന്യം ഒഴിക്കുന്നു. കാരണം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് കണ്ടു നോക്കാം കൗതുകകരമായ ഒരു വീഡിയോ. अब बचता है, अब डरता है, क्या है कोई जवान? है कौन है जिम्मेदार, तुझको देना है हिसाब? आशा जो फीकी है धुंधली, उम्मीद पपी से कल की, बदलाव ही मंजिल है अगली, चल जीवन का ए लड़की, ए रुक। അജ്ഞാതയായ ആ യുവതി ആരാണെന്ന് കണ്ടെത്താൻ നഗരവാസികൾ മുഴുവൻ നടത്തുന്ന തിരച്ചിലിനൊടുവിൽ ഒരു വ്യക്തിയുടെ മുൻപിൽ ഈ സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു. നദിയിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷയാകുന്ന അവളെ കാണുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നു അവൾ നദി തന്നെയായിരുന്നു എന്നത്. തികച്ചും സാങ്കല്പികമായ ഒരു വീഡിയോയാണെങ്കിലും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മുൻപിൽ പലതരത്തിലുള്ള മുഖംമൂടികൾ അണിഞ്ഞ് മാത്രം പ്രത്യക്ഷപ്പെടുന്നവരാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വത്വവും സ്വഭാവ പ്രത്യേകതകളും അറിയണമെങ്കിൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ, ആരുമില്ലാത്ത സമയത്ത്, ആരും ആ വ്യക്തിയെ നിരീക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് ആ വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കണം. മറ്റൊന്ന്, ഒരിക്കലും പ്രതികരിക്കില്ല, തിരിച്ച് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് തോന്നിക്കുന്ന വ്യക്തികളോട് ആരും കാണാനില്ലാത്ത സമയങ്ങളിൽ അവർ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കണം. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഒരു വ്യക്തി താൻ ആയിരിക്കുന്ന പ്രകൃതിയോട് എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതിയാകും. പ്രകൃതിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, കരുതലിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഏറെ ആഴമുള്ള മാനങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതിയോടുള്ള സ്നേഹം നമ്മുടെ ആത്മീയതയെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ സമ്മാനമാണ്, ഭവനമാണ് അവൻ്റെ പ്രകൃതി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമുക്ക് തരുന്ന ഒരു സമ്മാനം എത്ര ആദരവോടെയും സ്നേഹത്തോടെയുമായിരിക്കും നമ്മൾ കാത്തു സൂക്ഷിക്കുക. അത് ആ വ്യക്തിയെ വിലമതിക്കുന്നതിന് തുല്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വസിക്കുന്ന പ്രകൃതിയെയും. അത് നൽകിയവനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ അതിനെ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും. രണ്ടാമത്, പ്രകൃതിയോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും നമ്മുടെ സഹജീവികളോടും നമ്മുടെ സഹോദരങ്ങളോട് ഇനിയും വരാനിരിക്കുന്ന തലമുറകളോട് ഉള്ള നമ്മുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ്.
സ്വാർത്ഥത ഉള്ളിൽ കുമിഞ്ഞുകൂടുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രകൃതിയെ, പ്രത്യേകിച്ച് ജലാശയങ്ങളെയൊക്കെ മലിനപ്പെടുത്തുവാൻ സാധിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കണ്ട സ്ത്രീ, നദി തിരിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് സത്യത്തിൽ ഇന്ന് പ്രകൃതി മനുഷ്യനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ വ്യാപിക്കുന്ന മഹാമാരികളും കാലാവസ്ഥയിൽ വരുന്ന തീവ്രമായ വ്യതിയാനങ്ങളും അതിലൂടെ സംഭവിക്കുന്ന അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഒരിക്കലും പ്രതികരിക്കില്ല എന്ന വിശ്വാസത്തിൽ പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന സ്വാർത്ഥതകൾക്ക് തിരിച്ച് പ്രകൃതി പ്രതികരിച്ചു തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. ഇനി എപ്പോഴെങ്കിലും നമ്മുടെ ഈ വീടിനെ മലിനപ്പെടുത്തുവാനായി നമുക്ക് തോന്നുമ്പോൾ, പലതും വലിച്ചെറിയുവാൻ തോന്നുമ്പോൾ, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യത്തെ, ഇത് ദാനമായി സമ്മാനമായി നമുക്ക് നൽകിയ അതിൻ്റെ സൃഷ്ടാവിനെ മനസ്സിൽ ഓർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ നന്മയും തന്നിലുള്ളതായി വിചാരിക്കുന്നവൻ ദൈവത്തിൻ്റെ അനുഗ്രഹ പ്രവാഹം അടച്ചു കളയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം വിനീത ഹൃദയർക്കുള്ളതാണ്. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.